CPIM ചാലക്കുടി ഏരിയ കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനം. പിണറായി വിജയന്റെ വാക്കുകൾ ജനത്തെ പാർട്ടിയിൽ നിന്നും അകറ്റി. ചാലക്കുടിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോരായ്മയുണ്ടായെന്ന് വിമർശനം ഉയർന്നു. ശ്രീമാനം ചേർന്നു. ശ്രീത്ത്, പിണറായി വിജയന്റെ വാക്കുകളും MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങളും വോട്ടകറ്റിയെന്ന് ഇവിടെ മാത്രമല്ല ഒട്ടുമിക്ക എല്ലായിടത്തും വരുന്ന ആരോപണമാണ്. പക്ഷേ ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ബിജു ചിറയത്തായിരുന്നില്ലേ? അപ്പോൾ അപ്രതീക്ഷിത സ്ഥാനാർത്ഥമായിരുന്നു. അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തിൽ എന്ത് പിഴവ് എന്നാണ് വിമർശനം? ശ്രീത്ത്, അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബിജു എസ് ചിറയത്ത്. അത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആ കോൺഗ്രസിന്റെ നേതാവിനെ ഒരു സുപ്രഭാതത്തിൽ അടർത്തിയെടുത്ത് LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് മാണി അവതരിപ്പിക്കുന്നു. അതെന്തായാലും ജനങ്ങളുടെ ഇടയിൽ ഏശിയില്ല. അത് തെരഞ്ഞെടുപ്പ് ഫലം തന്നെ തെളിയിച്ചാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചാലക്കുടിയിൽ UDF വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് CPIMന്റെ നേതൃത്വവും ചാലക്കുടി ഏരിയ നേതൃത്വവും ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉയർത്തുന്നത്. എന്തായാലും ഈ ബിജു എസ് ചിറയത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല, ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെയാണ് വിമർശനം വന്നിരിക്കുന്നത്. എന്തായാലും വലിയ രൂക്ഷ വിമർശനം MV ഗോവിന്ദനെതിരെയും അതുപോലെ തന്നെ ഇത് കൂടാതെ പിണറായി വിജയനെതിരെയും വരുന്നു. സങ്കീർണമായ വിഷയങ്ങളിൽ പോലും കൃത്യമായ രീതിയിൽ നിലപാട് പറയാൻ MV ഗോവിന്ദന് കഴിയുന്നില്ല. ആ നിലപാട് ജനങ്ങൾക്ക് ഏശുന്നില്ല, ജനങ്ങളുടെ ഇടയിൽ ഏശുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ രമേശ് ചെന്നിത്തല ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ ഇപ്പോൾ കാണും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല എത്തിച്ചേരും. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രൂക്ഷ വിമർശനം CPIMന്റെ നേതൃത്വത്തിനെതിരെ, സംസ്ഥാന നേതൃത്വത്തിനെതിരെ കൃത്യമായ രീതിയിൽ ഉയർന്നിരിക്കുന്നു. സങ്കീർണമായ വിഷയങ്ങളിൽ പോലും MV ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടി അംഗങ്ങൾക്ക് പോലും ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ രൂക്ഷമായ വിമർശനമായി ഉയർന്നിരിക്കുന്നത്. ഇത്തരത്തിൽ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ ജനം തിരുത്തും, അതാണ് തെരഞ്ഞെടുപ്പ് തെളിയിച്ചത് എന്നാണ് പാർട്ടി നേതൃത്വം, അവിടുത്തെ ഏരിയ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത്. ഏരിയ സെക്രട്ടറിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നൊരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ആഭ്യന്തരമന്ത്രിയുടെ അവിടുത്തെ പരിപാടി എന്താണ് ശ്രീ? ആഭ്യന്തരമന്ത്രി മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ അർജുന്റെ വിവാഹമാണ്. ഇന്ന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല എത്തിച്ചേരും. ഇപ്പോൾ VD സതീശൻ അല്പസമയം മുൻപ് ഈ ഗുരുവായൂരിൽ അമ്പലത്തിൽ വെച്ച് കല്യാണത്തിൽ പങ്കെടുത്ത് മടങ്ങിയിട്ടേ ഉള്ളൂ. KC വേണുഗോപാൽ ഇവിടെയുണ്ട്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഇവിടെ തന്നെയുണ്ട്. ബിന്ദു കൃഷ്ണ, KA തുളസി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരും ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസും അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ, നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.